ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ടാണ്. രാവിലത്തെ എഴുന്നേപ്പും പല്ലതേപ്പും കുളിയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസിലുള്ളവർക്ക് മോർണിംഗ് ടാസ്ക് കൊടുത്തേക്കുവാണ്. മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ വാക്പോര്, അതാണ് മോർണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ സംവാദം നടത്തുക എന്നുള്ള രീതിയിൽ. അപ്പോ അതെന്തിനാണെന്ന് വെച്ചാല് ഇവരുടെ കയ്യിൽ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ, ആ ബാഡ്ജ് സ്വന്തമാക്കാൻ വേണ്ടി. ആ ബാഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് ആ ബാഡ്ജ് ഉള്ളത് അവർക്ക് അവരുടെ സാധനങ്ങൾ പണിപ്പുരയിൽ നിന്ന് മൊത്തമായിട്ട് എടുക്കാം. അപ്പൊ മുമ്പ് ആരുടെയിലാണ് വരുന്നത് അയാളുടെ സാധനങ്ങൾ തിരിച്ച് പണിപ്പുരയിലേക്ക് പോകും. അങ്ങനത്തെ അതാണ് ആ ബാഡ്ജിന്റെ പ്രത്യേകത. അപ്പൊ ആ ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള വാക്പോരാണ് ഇപ്പൊ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പൊ അത് ആ ബാഡ്ജ് കയ്യിലുള്ളത് ജിസൈലിന്റെയും ആദിലന്നൂരയുടെയും ആര്യന്റെയും കയ്യിലായിരുന്നു. അപ്പൊ ഇവർക്ക് 3 പേർക്കും ഒരു ഒപ്പണന്റിനെ തെരഞ്ഞെടുക്കുക. ഹൗസ്മേറ്റ് ഉള്ളവരുടെ ഒരു ഒപ്പണന്റിനെ തെരഞ്ഞെടുത്ത് അവര് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുക, അതായിരുന്നു ടാസ്ക്. അപ്പോ ജിസൈലിന് വേണ്ടി നിവീനും ആദിലന്നൂരയ്ക്ക് വേണ്ടി ഷാരികയും ആര്യന് വേണ്ടി ഒനിയൽ സാബുവാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അവരുടെ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യം വന്നത് ജിസൈലും നിവീനുമാണ് ആദ്യം വന്നത്. അപ്പോ ജിസൈൽ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചോര ചിന്തിയാണ് ഈ ബാഡ്ജ് കയ്യിൽ സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് ഈ ബാഡ്ജ് ധരിക്കാൻ ഏറ്റവും യോഗ്യത എനിക്കാണെന്ന് പറയുന്നു. അപ്പൊ നിവിൻ അതിലെ ഒപ്പോണന്റ് ചെയ്ത്, ഞാനിവിടെ ബ്ലഡ് കാർഡ് ഒന്നും ഇറക്കുന്നില്ല, ഞാനുള്ള കാര്യം പറയുന്നുള്ളൂ, ഒരു ആസ് എ ഫാഷൻ ഡിസൈനർ എനിക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ ഒരു എന്താണ് ചെറിയൊരു അഭിമാനക്കുറവുണ്ട്. അപ്പൊ എനിക്കും നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് നിവിൻ തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് അറിയാവുന്നത് ഏറ്റവും അവസാനം ഹൗസ്മേറ്റ്സ് തന്നെ അത് വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പൊ തൽക്കാലം നിവിനും ജിസേലുമാണ് വാക്പോര് നടത്തുന്നത്. ആ ബാഡ്ജ് സൂക്ഷിക്കാൻ, ആ ഒരു ടാസ്കില് ജിസേല് ബാഡ്ജ് കൊണ്ടുവന്നിട്ട് കൂടിയില്ല. അപ്പൊ ആ ഒരു ബാഡ്ജ് കയ്യിൽ വെക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണ് താങ്കൾ എന്ന് നിവിൻ ജിസേലിനോട് പറയുന്നു. അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഏറ്റവും അവസാനം നമുക്ക് അറിയാൻ പറ്റുള്ളൂ.